സി സദാനന്ദൻ എംപിയുടെ കാൽ വെട്ടിയ കേസിൽ സിപിഐഎം പ്രവർത്തകരായ പ്രതികൾ ജയിലിലേക്ക്. പ്രതികളെ തലശ്ശേരി കോടതിയിൽ ഹാജരാക്കിയ ശേഷം കണ്ണൂർ സെൻട്രൽ ജയിലിലേക്ക് മാറ്റി. കോടതിക്ക് പുറത്ത് മുദ്രാവാക്യം വിളിയുമായി സിപിഐഎം പ്രവർത്തകർ. പ്രതികളെ സന്ദർശിക്കാൻ കെ ശൈലജയും എത്തിയിരുന്നു. നിഖിലയാണ് വിവരങ്ങളുമായി ചേരുന്നത്. നിഖിൽ, എങ്ങനെയാണ് പ്രതികളെ ജയിലിലേക്ക് ഇപ്പോൾ യാത്ര അയച്ചിരിക്കുന്നത്? മുദ്രാവാക്യം വിളികളുമായാണല്ലോ പ്രവർത്തകർ എത്തിയത്. തീർച്ചയായും സ്വാതി, ഇന്ന് രാവിലെ മുതൽ തന്നെ തലശ്ശേരി കോടതിക്ക് മുന്നിൽ മട്ടന്നൂരിൽ നിന്നുൾപ്പെടെയുള്ള സിപിഐഎം പ്രവർത്തകർ വലിയ രീതിയിൽ എത്തി തമ്പടിച്ച് നിൽക്കുകയായിരുന്നു. അല്പസമയം മുൻപാണ് കോടതി നടപടികൾ പൂർത്തിയാക്കി ഈ 8 പേരെയും കോടതിയിൽ നിന്ന് പുറത്തേക്ക് എത്തിച്ചത്. ഈ സമയത്ത് കോടതിക്ക് പുറത്ത് വലിയ മുദ്രാവാക്യം വിളികളോടുകൂടിയായിരുന്നു സിപിഐഎം പ്രവർത്തകർ ഈ 8 പേരെയും, അതായത് സി സദാനന്ദന്റെ കാല് വെട്ടിമാറ്റിയ കേസിലെ 8 പ്രതികളെയും കണ്ണൂർ സെൻട്രൽ ജയിലിലേക്ക് യാത്രയാക്കിയത്. കെ ശ്രീധരൻ, മാതമംഗലം നാണു, പുതിയ വീട്ടിൽ മച്ചാൻ രാജൻ, പി കൃഷ്ണൻ, ചന്ദ്രൂത്ത് രവീന്ദ്രൻ, പുല്ലാഞ്ഞിയോടൻ സുരേഷ് ബാബു, മല്ലപ്രവൻ രാമചന്ദ്രൻ, കെ ബാലകൃഷ്ണൻ എന്നിവരാണ് 1994 ജനുവരി 25 നടന്ന സംഭവത്തിലെ പ്രതികൾ. ഈ കീഴ്ക്കോടതി ഇവർക്ക് 7 വർഷം തടവും 25,000 രൂപ പിഴയും ശിക്ഷ വിധിച്ചിരുന്നു. ഇതിനെതിരെ പിന്നീട് സെഷൻസ് കോടതിയെ സമീപിച്ചെങ്കിലും കോടതി ആ ശിക്ഷ ഇളവ് ചെയ്യാനോ അതിൽ മറ്റ് നടപടികൾ സ്വീകരിക്കാനോ തയ്യാറായില്ല. പിന്നീട് പ്രതികൾ ഹൈക്കോടതിയെ സമീപിച്ചു. ഹൈക്കോടതിയെ സമീപിച്ചതോടുകൂടി ഈ ശിക്ഷ കുറഞ്ഞുപോയി ഇവർക്ക് എന്ന ഒരു നിലപാടായിരുന്നു അന്ന് ഹൈക്കോടതി വിധിയിൽ ഉണ്ടായിരുന്നത്. അതോടുകൂടി ഇവരുടെ പിഴ 50,000 ഉയർത്തി. അങ്ങനെ 50,000 രൂപ പിഴയും 7 വർഷം തടവും ശിക്ഷ വിധിക്കപ്പെട്ടു. ഇതിനെതിരെ ഈ പ്രതികൾ സുപ്രീം കോടതിയെ സമീപിച്ചെങ്കിലും ഈ സുപ്രീം കോടതി ഈ കേസ് ഇതിന്റെ അപ്പീൽ ഫയലിൽ സ്വീകരിക്കാൻ പോലും തയ്യാറായിരുന്നില്ല. അങ്ങനെയാണ് ഈ 8 പ്രതികൾക്കും വാറണ്ട് വരുന്നത്. ഈ വാറണ്ട് പ്രകാരം ഇന്നായിരുന്നു ഇവർക്ക് ഹാജരാകേണ്ട അവസാന തീയതി. ഇത് പ്രകാരമാണ് തലശ്ശേരി കോടതിയിൽ ഇപ്പോൾ പ്രതികൾ ഇന്ന് രാവിലെയോടുകൂടി എത്തിയത്. ഈ കോടതി നടപടികൾ, സറണ്ടർ ഉൾപ്പെടെയുള്ള നടപടികൾ കോടതിയിൽ പൂർത്തിയാക്കിയതിനു ശേഷമാണ് ഇപ്പോൾ കണ്ണൂർ സെൻട്രൽ ജയിലിലേക്ക് ഇവരെ കൊണ്ടുപോയിരിക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മട്ടന്നൂരിൽ നിന്ന് വലിയ കൂട്ടം പ്രവർത്തകർ ഇവിടെ എത്തി കോടതിക്ക് മുന്നിൽ നേരത്തെ തന്നെ ഉണ്ടായിരുന്നു. വലിയ മുദ്രാവാക്യം വിളികളോടുകൂടിയാണ് കോടതിയിൽ നിന്ന് ഇവർ 8 പേരെയും സിപിഐഎം പ്രവർത്തകർ യാത്രയാക്കിയത്. അല്പസമയത്തിനകം സെൻട്രൽ ജയിലിലേക്ക് ഇവരെത്തും. സെൻട്രൽ ജയിലിന് മുന്നിലും സമാനമായ രീതിയിൽ സിപിഐഎം നേതാക്കളുടെ നേതൃത്വത്തിൽ ഇവർക്ക് അഭിവാദ്യം അർപ്പിക്കാൻ സിപിഐഎം പ്രവർത്തകർ എത്തുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ശരി നിഖിൽ, സി സദാനന്ദൻ എംപിയുടെ കാൽ വെട്ടിയ കേസിൽ സിപിഐഎം പ്രവർത്തകരായ പ്രതികൾ ജയിലിലേക്ക് പോയപ്പോഴാണ് മുദ്രാവാക്യം വിളികളുമായി സിപിഐഎം പ്രവർത്തകർ ജയിൽ വളപ്പിലേക്ക് എത്തിയത്. ആ ദൃശ്യങ്ങളാണ് ഇപ്പോൾ കണ്ടത്.